ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തക്കാളി കറിയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ: സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടണവരെ വെയിറ്റ് ചെയ്യാം. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യണം. പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ കറിവേപ്പില ആഡ് ചെയ്തു. ഇനി നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടു. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴണ്ടുവരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് പെട്ടെന്നൊന്ന് ബ്രൗണിഷ് കളർ ആവാനൊക്കെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം, നല്ലതായിരിക്കും. ഞാൻ ഇപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴണ്ട് വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇട്ട് ഇളക്കാം. അതിനുശേഷം നമ്മുടെ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. തക്കാളി ആഡ് ചെയ്തു. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഈ തക്കാളി കറി എന്ന് പറയുന്നത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഇതൊരു എളുപ്പം ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, നമ്മളിനി ഇത് നന്നായിട്ടൊന്ന് ഇതായി വരുന്നുണ്ട്. ഇത്തിരി വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ നല്ലതായിരിക്കും, പെട്ടെന്നാവാൻ. അധികം ഒഴിക്കരുത്. ഇനിയിപ്പോൾ ഇതിൽ പുളി കൂടുതലാണെങ്കിൽ കുറച്ച് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓക്കെ, നമ്മുടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇത്തിരി പച്ചവെളിച്ചെണ്ണയും കൂടി ഇട്ട് നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.